കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. റോഡിൽ ചതഞ്ഞെറിഞ്ഞു തീരുമായിരുന്ന ഒരു നായയുടെ ജീവൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് കാണാം. തിരക്കുള്ള ഹൈവേയിൽ വാഹനങ്ങൾക്കിടയിൽപ്പെട്ട നായയെ ഒരു കൂട്ടം ഡ്രൈവർമാരാണ് സുരക്ഷിതനായി രക്ഷപ്പെടുത്തിയത്. ലോസ് ഏഞ്ചൽസിലെ ഈ വാഹനങ്ങളെല്ലാം ഈ നായയെ രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ്. എങ്ങനെയോ തിരക്കുള്ള ഹൈവേയിൽ പെട്ടുപോയതാണ് നായ. തലങ്ങും വിലങ്ങും ഓടുന്ന വാഹനങ്ങൾക്കിടയിൽ പെട്ടുപോയ നായയെ കണ്ട് സഹതാപം തോന്നിയ ഡ്രൈവർമാർ അവനെ രക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ നായയ്ക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. അവൻ ജീവനും കൊണ്ട് പായുകയാണ്. നായയുടെ സംരക്ഷണാർത്ഥം ഒരു വേലി തന്നെ തീർത്തു വാഹനങ്ങൾ. സ്പീഡ് കുറച്ചും ലൈറ്റ് ഓഫ് ചെയ്തും നായയെ പരമാവധി ശാന്തനാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. Just to save the dog, because I didn't want her to get hurt. She's super sweet though. I was sitting with her the whole time and she licked me and she was just sitting there on the floor calm. She's really sweet. അവസാനം നായയെ വാഹനങ്ങൾക്കിടയിൽ നിന്നും സുരക്ഷിതനാക്കിയ ശേഷമാണ് അവർ പിരിഞ്ഞുപോയത്. ഏതായാലും നായയെ ഉടമസ്ഥർക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഏറ്റവും വലിയ പൂമാലയൊരുക്കിയാണ് അമേരിക്കയിൽ തന്റെ തന്നെ മുൻ റെക്കോർഡ് തിരുത്തി ആശ്രിത ഫർമാൻ താരമായത്. 8 കിലോമീറ്റർ നീളത്തിൽ പൂമാലയൊരുക്കിയാണ് ഫർമാനും സംഘവും ഇക്കുറി റെക്കോർഡിലെത്തിയത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഫർമാന്റെ 207ാമത്തെ റെക്കോർഡ് കൂടിയാണ് ഇത്. നിവർത്തിയിട്ടും തീരാത്ത പൂമാല, അതും നല്ല ഫ്രഷായ പൂക്കൾ കൊണ്ടുണ്ടാക്കിയത്. റെക്കോർഡിലെത്തിയ ഈ പൂമാലയുടെ നീട്ടം 1-2 കിലോമീറ്റർ അല്ല, 7 കിലോമീറ്ററോളമാണ്. ആശ്രിത ഫർമാനും സംഘവുമാണ് ഈ പൂമാലയ്ക്ക് പിന്നിലെ കൈകൾ. ഇടയ്ക്കെല്ലാം ഫർമാൻ ഓരോ തരത്തിൽ റെക്കോർഡ് നേട്ടത്തിൽ എത്താറുണ്ട്. അദ്ദേഹത്തിന്റെ 207ാമത്തെ റെക്കോർഡ് നേട്ടമാണ് ഇത്. ഓരോ പ്രാവശ്യവും തന്റെ തന്നെ റെക്കോർഡിനെ ഭേദിച്ചാണ് അദ്ദേഹം പുതിയ വിജയത്തിലെത്തുക. 7 മണിക്കൂറോളം എടുത്താണ് ഈ ഭീമൻ പൂമാലയെ ഒന്ന് നിവർത്തിയെടുത്തത്. 200ഓളം ആളുകളാണ് ഇതിനായി അധ്വാനിച്ചതെന്ന് ഫർമാൻ തന്നെ പറയുന്നു. 1 ലക്ഷത്തിലധികം പൂക്കളാണ് ഇതിനായി ഉപയോഗിച്ചത്. All right, well, I'm the organizer, so I get credit for it. This will be my 207th record, assuming it's accepted. You know, we have to send in all the documentation, get all the surveyors, sort of documentation and video of the entire thing, and so if it's accepted, it would be my 207th current record. ഏറ്റവും വലിയ പൂമാല മാത്രമല്ല, ഏറ്റവും അധികം ലോക റെക്കോർഡുകൾക്ക് അർഹനായ വ്യക്തി എന്ന റെക്കോർഡും ഫർമാന്റെ പേരിൽ തന്നെയാണ്. 1979ലാണ് ഫർമാൻ ആദ്യ റെക്കോർഡ് നേട്ടത്തിൽ എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് സാഹസ പ്രകടനങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ ഫർമാൻ ഗിന്നസ് റെക്കോർഡുകൾ സ്വന്തമാക്കി.
Okay, so it took us about 7 hours to put all this together. We had about 200 people working on it from probably about 35 or 40 different countries. And so it's 185,000 flowers. It's about 4.6 miles, altogether. And it probably weighs somewhere between 3,700 pounds and 4,000 pounds. റെക്കോർഡ് നേട്ടത്തിൽ നിൽക്കുമ്പോഴും തന്റെ കൂടെ ജോലി ചെയ്ത ആരെയും മറക്കാൻ ഫെർമാൻ തയ്യാറാകുന്നില്ല. ഈ നേട്ടം ഒരാളുടെയല്ല, ഒരു കൂട്ടം ആളുകളുടേതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. My friends, climb Mount Everest, they swim the English Channel, and we do, Guinness records. So if someone breaks it, it's an opportunity to do it again, So we really don't, count on that. I mean, we just really want to have the experience of breaking the record, and it's a record about oneness. Like, there's like 200 people who worked on this thing, and they all put in 6 or 7 hours of hard work in the hot sun, and I really feel it's a group record. ഇനി അടുത്ത റെക്കോർഡ് ഏത് മേഖലയിൽ നേടണമെന്ന ആലോചനയിലാണ് ഇപ്പോൾ ഫെർമാൻ. ചെളിയും പുല്ലും നിറഞ്ഞ ചതുപ്പ് നിലത്തിൽ ഇറങ്ങുന്നത് പോലും ഒന്ന് ആലോചിക്കാനാകുമോ? ഏതായാലും അമേരിക്കയിൽ ചതുപ്പ് നിലത്തിലൂടെയുള്ള ഒരു നീന്തൽ മത്സരം തന്നെയുണ്ട്, അതും മുങ്ങാങ്കുഴിയിട്ട്. പിന്നെ മത്സരത്തിൽ പങ്കെടുക്കാൻ കുറച്ചൊക്കെ ധൈര്യം വേണമെന്ന് മാത്രം. ചെളിയും പുല്ലുമൊക്കെ നിറഞ്ഞ ചതുപ്പ് നിലത്തിലൂടെയുള്ള നീന്തലാണ് ബോക്സ് സ്നോർക്കെല്ലിംഗ് എന്ന മത്സരം. ലണ്ടനിൽ കഴിഞ്ഞ ദിവസം നടന്ന ലോക ബോക്സ് സ്നോർക്കൽ ചാമ്പ്യൻഷിപ്പ് പുതിയൊരു റെക്കോർഡിനു കൂടിയാണ് വേദിയായത്. നഴ്സിന്റെയും തവളയുടെയും ഗോസ്റ്റിന്റെയും ഒക്കെ രൂപത്തിൽ വേഷം ധരിച്ചാണ് ഓരോരുത്തരും മത്സരത്തിൽ പങ്കെടുത്തത്. ചവിട്ടിയാൽ താണുപോകുന്ന ചെളിയും കളകളും നിറഞ്ഞ ചതുപ്പിലൂടെ തല വെള്ളത്തിൽ താഴ്ത്തി ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷിംഗ് ലൈനിൽ എത്തുന്ന ആളാണ് വിജയി. 150-ലധികം ആളുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രവേശന ഫീസ് മാത്രം നൽകിയാൽ പോരാ, ചതുപ്പിലിറങ്ങി നീന്തി കാണിക്കുകയും വേണം. കാര്യം നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും അല്പം ബുദ്ധിമുട്ടാണ് ഈ മത്സരം. മത്സരം ആസ്വദിക്കാനുള്ള കഴിവ് മാത്രം പോരാ, സ്റ്റാമിന കൂടി വേണം ജയിക്കാനെന്നാണ് പരിപാടിയുടെ അവതാരക കൂടിയായ ബേണിസ് ബെർണറുടെ അഭിപ്രായം. Bog snorkeler, what you really need is a little bit of stamina, plenty of courage, and an ability to laugh at yourself, because it's fairly tough, but it is a lot of fun. Oh, and you definitely need to be able to swim. 5 മണിക്കൂർ നീണ്ട മത്സരത്തിൽ മുൻ ചാമ്പ്യൻ കൂടിയായ ക്രിസ്റ്റി ജോൺസ് ആണ് പുതിയ റെക്കോർഡോടെ വിജയം നേടിയത്. Well, my technique was send my sister first, so she could try it out. Butterfly kick all the way to the other end. Then my legs were knackered, so I had to go to front crawl. ആതുര സേവനത്തിനു വേണ്ടിയുള്ള ധനശേഖരണാർത്ഥമാണ് ആദ്യമായി ബോക്സ് സ്നോർക്കൽ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. പിന്നീട് ഇത് കൂടുതൽ ജനകീയമാവുകയും ഒരു മത്സര ഇനമായി മാറുകയും ചെയ്തു. 29ാമത് ലോക ചാമ്പ്യൻഷിപ്പാണ് ലണ്ടനിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ബൊളീവിയയിൽ ആദ്യത്തെ സ്കേറ്റ് ബോർഡ് പാർക്ക് ആരംഭിച്ചു. ആൻഡസ് പർവ്വതനിരയോട് ചേർന്ന ഈ പാർക്ക് ഏതാണ്ട് 54 ഏക്കറിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊളീവിയയിൽ
ഏഷ്യയിലെ ആദ്യത്തെ സ്കേറ്റ് ബോർഡ് പാർക്കാണിത്. ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും. ആൻഡസ് പർവ്വതനിരയുടെ ഭംഗി കൂടിയാകുമ്പോൾ ഈ സ്കേറ്റ് ബോർഡ് പാർക്കിന് ഇരട്ടി സൗന്ദര്യമാണ്. ഏറെ വിസ്തൃതിയിലാണ് ഈ സ്കേറ്റ് ബോർഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 54 ഏക്കറിലായി 1400 സ്ക്വയർ മീറ്റർ വലിപ്പമുണ്ട് ഇതിന്. നിരപ്പായ സ്കേറ്റിംഗ് ഗ്രൗണ്ട് കൂടാതെ അല്പം സാഹസികതയ്ക്കുള്ള റാമ്പുകളും ഇവിടെ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. ഇത്ര വലിയ ഈ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായി ആകെയെടുത്തത് 1 മാസം മാത്രമാണ്. ജർമ്മനി, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിങ്ങനെ 17 രാജ്യങ്ങളിൽ നിന്നായി 100-ലധികം തൊഴിലാളികൾ രാപ്പകൽ അധ്വാനിച്ചാണ് പാർക്കിന്റെ പണി പൂർത്തിയാക്കിയത്. പുതിയ സ്കേറ്റ് ബോർഡ് പാർക്കിലേക്ക് നിരവധി പേരാണ് ദിവസം തോറും എത്തിക്കൊണ്ടിരിക്കുന്നത്. ജാപ്പനീസ് സാങ്കേതികവിദ്യയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ബൊളീവിയയിലെ ഈ സ്കേറ്റ് ബോർഡ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. Esto era un parque abierto donde teníamos indigentes, malvivientes, ocurrían en este espacio. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി നോക്കാതെ സ്കേറ്റിങ്ങിനോട് താല്പര്യമുള്ള ആർക്കും ഇവിടെ പ്രവേശനമുണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത. Esta rampa que simula al Fujiyama, ¿no es cierto? Que mira además. Es un encuentro entre culturas. ചിലർ നേരം പോക്കിന് വേണ്ടിയാണ് ഇവിടെ എത്തുന്നതെങ്കിൽ വളരെ പ്രൊഫഷണലായി സ്കേറ്റിങ്ങിനെ കാണുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. Yo vengo por lo menos todos los días, sí que es sagrado para mí, sábado, domingo. ഏതായാലും പ്രവേശനം സൗജന്യമായതുകൊണ്ട് തന്നെ അറിഞ്ഞും കേട്ടും നിരവധി പേരാണ് ഇവിടേക്ക് ദിവസവും എത്തുന്നത്. മെക്സിക്കോക്കാരുടെ തനത് വിഭവമാണ് എഞ്ചിലിഡ. മാംസവും പച്ചക്കറിയും വെണ്ണയും ഒക്കെ ഉപയോഗിച്ചുള്ള ഭീമൻ എഞ്ചിലിഡ ഉണ്ടാക്കിയാണ് മെക്സിക്കോക്കാർ ഇക്കുറി വ്യത്യസ്തരാകുന്നത്. 85 മീറ്റർ നീളവും 1 ടണ്ണിലധികം ഭാരവുമുള്ള എഞ്ചിലിഡയാണ് അവർ ഉണ്ടാക്കിയത്. എഞ്ചിലിഡ ഗ്യാസ്ട്രോണമി ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് ഇങ്ങനെയൊരു ഭക്ഷ്യമേള തന്നെ ഇവിടെ ഒരുക്കിയത്. മെക്സിക്കോയിലെയും സമീപ പ്രദേശങ്ങളിലെയും റെസ്റ്റോറന്റുകളുടെ സഹകരണത്തോടെയാണ് വലിയ വിരുന്ന് ഇവിടെ സംഘടിപ്പിച്ചത്. Este tipo de eventos, cuando la industria gastronómica está a la baja en muchos lugares, lo que hacemos es impulsarlos a partir de festivales gastronómicos, de la enchilada, del antojito, del tamal. കഴിഞ്ഞ വർഷം ഇതേ സമയം 70 മീറ്റർ നീളത്തിലാണ് എഞ്ചിലിഡ വിഭവം മെക്സിക്കോക്കാർ ഉണ്ടാക്കിയിരുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ പരീക്ഷണങ്ങൾ നടത്തിയാണ് ഇക്കുറി ഈ വിഭവം ഒരുക്കിയിരിക്കുന്നത്. Conozcan lo que son nuestras tradiciones, ya que como que te comento, hay enchiladas muy variadas que se componen desde insectos. സ്വാദിഷ്ടമായ വിഭവമൊരുക്കി റെക്കോർഡ് സൃഷ്ടിക്കുക മാത്രമല്ല, ഇവിടെ എത്തുന്നവർക്ക് വിഭവം ഒന്ന് രുചിച്ചു നോക്കാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട്.
ഏതായാലും ഭീമൻ വിഭവത്തെ കാണാനും രുചിക്കാനുമുള്ള അവസരത്തിലൂടെ മെക്സിക്കോയിലെ ഭക്ഷ്യവിപണിക്ക് സാമ്പത്തികമായും വൻ നേട്ടമാണ് ഉണ്ടായത്. ഈ വർഷത്തെ MTV മ്യൂസിക് അവാർഡുകൾ പ്രഖ്യാപിച്ചു. നിറഞ്ഞ സദസ്സിനു മുന്നിലെ ഓരോ പ്രകടനങ്ങളും കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത്. മാത്രവുമല്ല, വനിതാ പോപ്പ് ഗായകരുടെ പെർഫോമൻസ് കൊണ്ട് സമ്പന്നവുമായിരുന്നു ഈ വർഷത്തെ ആഘോഷങ്ങൾ. MTV മ്യൂസിക് അവാർഡ് ദാന ചടങ്ങിലെ ഗംഭീര പെർഫോമൻസുകളാകാം ഇനി. Might be me believing what you say that you never meant. Like it lasts forever, but now forever ain't as long. If it wasn't for you, I wouldn't be stuck singing this song. You were different from my last, but now you got a mirror. Then as it all plays out, I see it couldn't be clearer now. You used to be thirsty for me, but now you wanna be set free. This is the web that you weave. So baby, now rest in peace. Hey, just think while you've been getting down dirty cheats of the world, you could have been getting down to this sick beat. My ex-man brought his new girlfriend. She's like, oh my god, but I'm just gonna shake into the fella over there with the hella good hair. Won't you come on over, baby, we can shake, shake, shake. No, won't you stay with me? 'Cause you're all I need. This ain't love, it's clear to see. But darling, stay with me. Under pressure, come through, you gon' crush her. Play your man, play the back like a spine. We only last 6 seconds like a bomb. Oh, you wanted me. She came to give it to you. It ain't what you do. 'Cause I'm not fine enough. I remember the day you told me you were leaving. I remember the makeup running down your face. The jeans you left behind.